രാവിലെ എണീക്കുമ്പോൾ തന്നെ മടിയായിട്ട് എണീറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ പോക്കായിരിക്കും കേട്ടോ. പക്ഷെ മടി പിടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുമെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മടി കയറി വരും രാവിലെ എണീക്കാനായിട്ട്. അങ്ങനെ ഇന്ന് എണീക്കുമ്പോൾ തന്നെ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ട്. ചോറൊക്കെ അമ്മ വെച്ചു. രാവിലെ എണീറ്റ് ഇതേ ഞാൻ കൂട്ടാൻ കാച്ചാനുള്ളൊരു ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് പാത്രം എടുത്തപ്പോൾ അതിൽ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചട്ടിയൊക്കെ കഴുകി അടപ്പത്ത് വെച്ച് ഇതാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചു. പിന്നെ പരിപ്പാണ് അപ്പോൾ അടപ്പത്തുള്ളത്. പരിപ്പ് കുത്തിക്കാച്ചാനാണ് പോണത്. അപ്പോൾ ഈ പരിപ്പ് കുത്തിക്കാച്ചി എന്ന് പറയുന്നത് തൃശ്ശൂരത്തെ ഒരു എന്താ പറയുക, തൃശ്ശൂർക്കാരുടെ ഒരു ഫേമസ് സംഭവമാണ്. അതുണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല. പരിപ്പ് കുത്തിക്കാച്ചി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി. അങ്ങനെയാണ്. അപ്പോൾ പരിപ്പ് കുത്തിക്കാച്ചാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ പണികളൊക്കെ ഉണ്ട്. തുടയ്ക്കാനും അലക്കാനിടാനും ഒക്കെ ഉണ്ട്. പിന്നെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് കഴിയുമ്പോഴത്തേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളയപ്പത്തേക്ക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചപ്പയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ ഇനി ഇതും കൂടി കാച്ചി കഴിഞ്ഞാൽ അടുക്കളയിലത്തെ പാത്രങ്ങൾ കഴുകണത് കഴുകിയും കൂടി വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലത്തെ ജോലി കഴിയും. അപ്പം അത് കാച്ചാൻ പോവാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പരിപ്പ് കുത്തിക്കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അടുക്കളയിലത്തെ പണി കഴിഞ്ഞു. പിന്നെ അടിക്കൽ തുടയ്ക്കൽ അങ്ങനത്തെ പണികളാണ് പിന്നെ ഉണ്ടാവുക, ക്ലീനിങ് പണികൾ. അതിനിടയിൽ മോൾ എണീക്കും. അപ്പോൾ മോളെ കുളിപ്പിക്കണം, മോളുടെ കാര്യങ്ങൾ ചെയ്യാം അതിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെ ചീഞ്ചട്ടി ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. രാവിലെ പണികളെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ആ മടി മാറും. അങ്ങനെയാണ് കേട്ടോ എനിക്ക്. എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ആ ഒരു ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മടി മാറും. പിന്നെ എല്ലാ പണികളും പെട്ടെന്ന് ചെയ്ത് കഴിയട്ടെ. അങ്ങനെയാണ് എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഒരു പണിയും ഞാൻ അങ്ങനെ ചെയ്യില്ല. രാവിലെ ഒന്നും അടുക്കളയിലേക്ക് ഞാൻ കയറിയില്ല. ഒക്കെ അമ്മയാണ് ചെയ്യുക. അങ്ങനെ ഞാൻ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതൊക്കെ അങ്ങനെ മാറും. എന്താ പറയുക, പിന്നെ നമ്മൾ എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ എന്നൊരു ഇതാകുമ്പോൾ നമ്മളെന്തായാലും മാറി നമ്മൾ ചെയ്ത് തുടങ്ങും. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മുളകൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പരിപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു കറിയുടെ അത്. ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സെറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേട്ടോ. കാരണം ഇതുപോലത്തെ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യേണ്ടതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഓരോരോ ആംഗിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് തോന്നും ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മാറി ഈ ക്യാമറ വയ്ക്കണം. പിന്നെ 10 മിനിറ്റ് കൊണ്ട് കഴിയണ ജോലി അതിലും കൂടുതൽ ടൈം എടുക്കും. കാരണം ഈ ക്യാമറ മാറ്റി വയ്ക്കാൻ നിൽക്കുമ്പോൾ. അങ്ങനെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കറിയുടെ കാര്യം റെഡിയായി. പിന്നെ കറി അങ്ങനെ ആരും ചോറൊന്നും കൊണ്ടുപോകുന്ന ആൾക്കാരല്ല. ആളാണെങ്കിൽ ഹസ്ബൻഡാണെങ്കിൽ രാവിലെ നേരത്തെ പോവും. ആളങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ചോറൊന്നും കൊണ്ടുപോകാറൊന്നുമില്ല. അത് കാരണം കൊണ്ട് ലേറ്റായിട്ട് കറിയൊക്കെ ആയാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഉച്ചയോട് കൂടിയിട്ടൊക്കെ ആയാലും മതി. പക്ഷെ രാവിലെ തന്നെ എല്ലാ കറിയും കാര്യങ്ങളും ഒക്കെ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ അതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അങ്ങനെ പരിപ്പൊക്കെ ഒഴിച്ചു. കറി റെഡിയായിട്ട് ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണം. പാത്രങ്ങൾ കഴുകാനായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകണം. പിന്നെ ഇനി ഗ്യാസൊക്കെ ഒന്ന് തുടയ്ക്കണം. പിന്നെ ഈ പാദ്യംപുറമൊക്കെ ഒന്ന് തുടയ്ക്കണം. ഞങ്ങളിങ്ങനെ ഈ ഭാഗത്തിലെ പാദ്യംപുറം അല്ലെങ്കിൽ സ്ലാബ് അങ്ങനെയൊക്കെ പറയും. എല്ലാ സ്ഥലത്തും എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ പാദ്യംപുറം എന്നാണ് പറയുക. അപ്പോൾ പാദ്യംപുറം തുടയ്ക്കലും കൂടി കഴിഞ്ഞ് ഗ്യാസൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ അടുക്കളയിലത്തെ ജോലികൾ കഴിയും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ പിന്നെ എന്തൊക്കെയോ അന്വേഷിച്ച് പോകുന്നുണ്ട് കേട്ടോ. അത് മൂടാനുള്ള ഒരു മൂടി എടുക്കാനാണ് പോയത്. അപ്പോൾ അതൊക്കെ എടുത്ത് മൂടി വെച്ച് ഇനി അതൊക്കെ എടുത്ത് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പണികൾ കഴിഞ്ഞു. പിന്നെ ഭയങ്കര ലാഗായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പതുക്കെയാണ്. ചില സമയങ്ങളിൽ ഞാൻ അടുപ്പിൽ പണികൾ ചെയ്യുമ്പോൾ തന്നെ ഞാൻ തുടച്ചുകൊണ്ടിരിക്കും. ഗ്യാസിൻ്റെ ചുറ്റുഭാഗമൊക്കെ തുടച്ചുകൊണ്ടിരിക്കും. എനിക്കറിയില്ല ഞാനതെന്തിനാണ് ചെയ്യണതെന്ന്. ചില സമയത്ത് കൂട്ടാൻ അടുപ്പത്ത് ഉള്ളപ്പോൾ തന്നെ ഞാൻ തുടച്ച് നിൽക്കും. അത് എന്താണെന്നറിയാം. അതുപോലെ തന്നെ
എഴുന്നേരം ഞാൻ കൈ കഴുകിക്കൊണ്ട് നിൽക്കും. എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ അപ്പം കൈ കഴുകും, അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഞാനിതുപോലെ വിചാരിച്ചിട്ടാണ് ശരിയാണല്ലോ, ഞാനും ഇതുപോലെയല്ല ചെയ്യാറെന്ന്. അപ്പോൾ എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു വട്ടം നല്ലപോലെ എൻ്റെ കയ്യൊന്ന് പൊള്ളി ഉണ്ടായിരുന്നു. അതോട് കൂടിയിട്ടാണ് ഞാൻ പിന്നെ ആ ഒരു പരിപാടി അവസാനിപ്പിച്ചത്. ചീത്ത കേട്ടിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത കേട്ട്, നിനക്ക് ഈ പണി ഇത് ആയി കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് കുറച്ചാൽ പോരെ, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തുടയ്ക്കാൻ നിൽക്കണേന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു പരിപാടി നിർത്തി. അപ്പോൾ അതേ ഗ്യാസൊക്കെ തുടയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ചുറ്റുഭാഗം, ഗ്യാസിൻ്റെ അടിഭാഗം, സ്ലാബും ഒക്കെ തുടച്ചിട്ടിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കള നീറ്റാക്കിയിട്ടിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടയ്ക്കണോ, എല്ലാ ഭാഗവും തുടയ്ക്കുമ്പോഴാണ് പിന്നെ അടുക്കള തുടയ്ക്കുള്ളൂ. ഏറ്റവും അവസാനം അടുക്കള തുടയ്ക്കുള്ളൂ കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടൊന്നുമില്ല. അവിടെ രുദ്രക്കുട്ടി എണീറ്റിട്ടുണ്ട്. രുദ്രക്കുട്ടി എണീറ്റുന്നത് അമ്മ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ ആയം പാടിയിട്ടാണ് ഇനി ചെയ്യണത് കേട്ടോ. അങ്ങനത്തെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോഴത്തേക്ക് ഇവർ പോകാൻ നിൽക്കുക, അമ്മയും നാത്തൂനും പോകാൻ നിൽക്കുകയാണ് ജോലിക്കായിട്ട്. അപ്പോൾ നാത്തൂൻ്റെ കുട്ടീനെ ഡേ കെയറിലാക്കുകയാണ് ചെയ്യാറ്. ജോലിക്ക് പോകുന്ന കാരണം കൊണ്ട് ഡേ കെയറിലാക്കും. അവരിപ്പോൾ ഇവിടെ ഷഷ്ടിയായ കാരണം കൊണ്ട് ഇവിടെ നിൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഷഷ്ടി കഴിഞ്ഞിട്ട് അവർ പോയിട്ടില്ല. അപ്പോൾ കുട്ടീനെ ഡേ കെയറിലാക്കുകയാണ് ചെയ്യാറ്. അമ്മയും ജോലിക്ക് പോകും, അവളും ജോലിക്ക് പോകുമ്പോൾ ഡേ കെയറിലാക്കും അവനെ. അപ്പോൾ അവർ പോവുകയാണ്. പോകാൻ നിൽക്കുമ്പോൾ രുദ്രക്കുട്ടി കൂടെ പോകാൻ വേണ്ടി കരയാണ്, വാശി പിടിച്ച് കരയായിരുന്നു കേട്ടോ കൂടെ പോകാനായിട്ട്. അപ്പോൾ കുറേ കരഞ്ഞോള് പോകാനായിട്ട്. പിന്നെ കുറേ നേരം ഞാൻ എടുത്ത് സമാധാനിപ്പിച്ച് ഓക്കെ ആയി. അവൾക്കാണെങ്കിൽ വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പാത്രങ്ങൾ ഇവിടെ കിടക്കണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു. രുദ്രക്കുട്ടി അവിടെ ഇരുന്ന് കളിക്കാട്ടാ. അപ്പോൾ കളിക്കാനായിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കും, എന്തൊരു ചെയ്യണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കും കേട്ടോ. നമുക്കിവിടെ പണിയെടുക്കുകയാണെങ്കിലും എന്താ ചെയ്യണേന്ന് ആലോചിച്ചിട്ട് സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ പിന്നെ നടന്നൊക്കെ തുടങ്ങി, കുറച്ചും കൂടി വലിയ കുട്ടിയായപ്പോൾ എന്തെങ്കിലും എടുത്ത് വായയിലിടുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമോ എന്നുള്ളൊരു പേടിയാണ് എപ്പോഴും. അപ്പോൾ എപ്പോഴെപ്പോഴും പോയി നോക്കും. നമ്മുടെ ഒരു ചെറിയൊരു ശ്രദ്ധ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ അവരെന്തെങ്കിലും ഒന്ന് ഒപ്പിക്കിട്ടാ. അങ്ങനെയാണ് അവളുടെ കാര്യം. പിന്നെ ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും കണ്ട് അങ്ങനെ ഇരിക്കും അവൾ. എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വായിലിടൊക്കെ ചെയ്യേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മെയിനായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇത്, സിങ്ക് കഴുകണത്. എനിക്ക് സിങ്ക് എപ്പോഴും നല്ല കഴുകി വൃത്തിയായിട്ടിരിക്കണം. സിങ്കും അതുപോലെ തന്നെ സിങ്കിൻ്റെ അടിഭാഗവും പൈപ്പിൻ്റെ അടിഭാഗവും പൈപ്പും ഒക്കെ നല്ല വൃത്തിയിലിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാനെപ്പോഴും പെട്ടെന്നാണെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കണം. അന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് മടി പിടിച്ച ദിവസം, പക്ഷെ ഇങ്ങനെ കിടക്കണമെങ്കിൽ അവർ വിചാരിക്കും എന്ത് ഇങ്ങനെ കിടക്കണേന്ന് വിചാരിക്കില്ലേ. അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴും വൃത്തിയാക്കിയിട്ടിട്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വൃത്തിയും വെടുപ്പും ആക്കിയിട്ടുള്ള ദിവസമാണെങ്കിലോ ആരും വരില്ല. എന്നാ മടി പിടിച്ചിരിക്കണേ അന്നായിരിക്കും ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരിക. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴും സിങ്കും അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കും കേട്ടോ. എന്നാലും അത് ഇടയ്ക്കൊക്കെ എന്നാലും നമുക്ക് മടി പിടിച്ചിട്ടിരിക്കും. മിക്കതും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഇതൊക്കെ എന്നും ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണേന്ന്, പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല കേട്ടോ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞത് ഞാൻ ഹാളിലേക്ക് വന്നപ്പോൾ മേശപ്പുറം അത്യാവശ്യത്തിന് നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടുമിക്ക വീട്ടുകളിലത്തെ മേശപ്പുറത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യത്തിന് ഇതായിട്ടിരിക്കണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ക്യാമറ വെച്ചിരുന്ന സ്റ്റാൻഡിൽ ഇത്ര തട്ടിയിട്ടു. അപ്പോൾ അതിനവൾക്ക് എന്നെ ചീത്തയായിട്ടപ്പോൾ അവൾ കരഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് ഒന്ന് കിണുക്കുണ്ടായിരുന്നു അവൾക്ക്. അമ്മായിയും ഇവരൊക്കെ പോയതിന് ശേഷം കുറച്ച് കിണുക്കുണ്ടായിരുന്നു. എൻ്റെ അടുത്തുനിന്ന് മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ മേശപ്പുറമൊക്കെ വൃത്തിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കൂടുതലും കളിപ്പാട്ടങ്ങളാണ് മേശപ്പുറത്ത് ഇരിക്കുന്നത്, വേറെ ഒന്നുമല്ല കളിപ്പാട്ടങ്ങൾ. ഇവർ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ മേശപ്പുറത്തേക്ക് കയറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ പാമ്പേഴ്സിൻ്റെ കവർ ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി ഒതുക്കണം. അതൊക്കെയാണ് ഇനി മെയിൻ പണി. അതൊക്കെ ഒതുക്കണം. അതുപോലെ തന്നെ തുടയ്ക്കണം. പിന്നെ തലേദിവസം മഴയായ കാരണം കൊണ്ട് തന്നെ ഡ്രസ്സുകളൊന്നും ഉണ്ണികളുടെ ഡ്രസ്സുകളൊന്നും അധികം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ ഒന്നെടുത്ത് പുറത്തേക്ക് ഇടണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മേശപ്പുറം വൃത്തിയാക്കാനുള്ള കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബക്കറ്റ് നിറയാണ് കളിപ്പാട്ടങ്ങൾ. എന്നാലും ഇവറ്റങ്ങൾക്ക്
ഈ കളിപ്പാട്ടങ്ങളൊന്നും കളിക്കാൻ വേണ്ട കേട്ടോ. ഇവറ്റങ്ങൾക്ക് ഈ ചീർപ്പ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവർക്ക് കളിക്കാൻ വേണ്ട. ഇവറ്റങ്ങൾക്ക് ഈ കളിപ്പാട്ടങ്ങളൊന്നും കളിക്കാൻ വേണ്ട. എന്തോരം കളിപ്പാട്ടങ്ങളുണ്ടെങ്കിലും അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രം. പൗഡറിൻ്റെ ടിന്ന്, ചീർപ്പ്, അങ്ങനത്തെ ഐറ്റംസ് അവർക്ക് കളിക്കാൻ വേണ്ട കേട്ടോ. അപ്പോൾ കളിപ്പാട്ടങ്ങൾ മേടിച്ച് വെറുതെ നമ്മുടെ പൈസ കളയാന്നല്ലാണ്ട് അവരിതിട്ട് കളിക്കൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ രുദ്രക്കുട്ടിക്ക് ഓരോന്നൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുത്താലും കുറച്ച് നേരമൊക്കെ അതിട്ട് കളിക്കും. പിന്നെ അവളിങ്ങനെ പിന്നാലെ വരും, എൻ്റെ പിന്നാലെ വരും. ഞാൻ എവിടേക്കാണ് പോകണമെങ്കിൽ അവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതേ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെച്ചു. മേശപ്പുറം ഞാൻ വൃത്തിയാക്കി. മേശപ്പുറമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇത് മേശപ്പുറത്ത് ഞാൻ അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തത് മേശപ്പുറം ചൂലുകൊണ്ട് ഇങ്ങനെ അടിക്കണമെന്ന് വിചാരിക്കേണ്ട. ഇത് ചൂലുകൊണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നല്ല വൃത്തിക്ക് തുടച്ചിടും കേട്ടോ. മേശപ്പുറം തുടയ്ക്കും. വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചൂലുകൊണ്ട് അടിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ തുടച്ചിടും. അങ്ങനെ പിന്നെ അകുമാറൊക്കെ അടിച്ച് വാരി. അപ്പോൾ രുദ്രൻ്റെ പിന്നാലെ തന്നെ നടക്കുകയാണ്. അവൾക്കൊരു എന്താ പറയുക, ഒരു കിണക്കുണ്ടെന്ന് എന്താണെന്നറിയില്ല. രാവിലെ മുതൽ എണീറ്റപ്പോൾ തൊട്ടൊരു കിണക്കുണ്ടായിരുന്നു കേട്ടോ. അതവർ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാത്തതിൻ്റെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവളുടെ ആ കിണക്കൊക്കെ മാറി. അപ്പോൾ അവൾ എൻ്റെ പിന്നാലെ നടക്കുകയാണ്. അങ്ങനെ അടിച്ചു വാരാണ്. പിന്നെ അത് ഉമ്മാറം അടിച്ചു വാരാൻ പോവുകയാണ്. അപ്പം എൻ്റെ ഒപ്പം ഉമ്മാറത്തേക്ക് അവൾ വന്നു കേട്ടോ. അപ്പോൾ ഇത് ഉമ്മാറാണ് ഞാൻ അവസാനം അടിക്കുക. ആദ്യം ഞാൻ അകം ഹോളും ബെഡ്റൂമും ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇറയാം, അതായത് സിറ്റ് ഔട്ട് അവസാനമാണ് ഞാൻ അടിക്കുള്ളൂ കേട്ടോ. തുടയ്ക്കുമ്പോഴും അതെ എല്ലാ ഭാഗവും തുടച്ച് കഴിഞ്ഞിട്ട് അവസാനമാണ് ഞാൻ ഉമ്മാറം തുടയ്ക്കുള്ളൂ. അങ്ങനെ അതേ ഉമ്മാറൊക്കെ അടിച്ചു വരി കഴിഞ്ഞിട്ട് മിറ്റടിച്ച് വരികയാണ്. ആദ്യമൊക്കെ അതിരാവിലെ തന്നെ മിറ്റടിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അതിനൊന്നും നേരം കിട്ടാറില്ല. എന്നാലും രാവിലെ തന്നെ അടിക്കും. അത്ര നേരത്തെ അടിച്ചില്ലെങ്കിലും ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും മിറ്റടിച്ച് വരും കേട്ടോ. ഇതിപ്പോൾ ആ ഒരു ടൈമിലുള്ള ജോലികളാണ് ഇപ്പോൾ ഈ കാണുന്നത്. എൻ്റെ അച്ഛനെയൊക്കെ പണ്ട് പറയും എന്തെന്ന്, ഈ വീട്ടിലത്തെ ആണുങ്ങൾ പണിക്ക് പോണേക്കാളും മുന്നേ അകം മറും വീടിൻ്റെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുക്കണമെന്ന് പറയും. പക്ഷേ ഇപ്പം അതൊന്നും അങ്ങനെ നടക്കാറില്ല കേട്ടോ. ആദ്യമൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പോൾ ഉണ്ണിയതിന് ശേഷം അത് നടക്കാറില്ല. പിന്നെ അവൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഞാനത് ചായ കുടിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി തുടയ്ക്കാനുണ്ട്, അലക്കാനുണ്ട്, അലക്കിയിട്ടുള്ള തുണികൾ പുറത്ത് വിരിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അവളെ കുളിപ്പിക്കാനുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അത് അലക്കാനായിട്ട് തുണികളിടുകയാണ് ഞാൻ. പിന്നെ തുണികളൊക്കെ മെഷീനിലിടുന്ന കാരണം കൊണ്ട് അലക്കാന്നുള്ളൊരു പണി അത്രയ്ക്ക് ഇതുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നല്ല നല്ല ഡ്രസ്സുകളൊന്നും മെഷീനിലിടില്ല കേട്ടോ. അതൊക്കെ കല്ലുമ്പോൾ തന്നെ അലക്കുക ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഞാൻ അതേ തുടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി തുടയ്ക്കലും കൂടി കഴിഞ്ഞാൽ പണികൾ കഴിഞ്ഞ് പിന്നെ തുണികൾ വിരിച്ചിട്ട് കഴിഞ്ഞാൽ പണികൾ കഴിഞ്ഞു കേട്ടോ. പിന്നെ രുദ്രാപ്പിനെ കുളിപ്പിക്കണം, രുദ്രാപ്പിയുടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴത്തേക്കും ഞാൻ തുടയ്ക്കുമ്പോഴത്തേക്കും രുദ്രനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രുദ്രയുടെ കുളിയും അതുപോലെ തന്നെ പപ്പു കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് രുദ്ര ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ പണികളൊക്കെ എടുക്കാനായിട്ടൊരു സമാധാനം. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എത്തിച്ച് നോക്കും കേട്ടോ, എന്താ ചെയ്യണേ, എണീറ്റിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ. അങ്ങനെ അത് തുടയ്ക്കുകയാണ്. അങ്ങനെ അത് അവസാനത്തെ ഉമ്മാറും കൂടി തുടച്ച് കഴിഞ്ഞാൽ പണികൾ കഴിഞ്ഞു. ഇതും കൂടി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് തുണികൾ ഇടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴക്കാറുണ്ട്. ആദ്യം നല്ല വെയിലായിരുന്നു. 2 വട്ടം ഞാൻ ഇട്ടു, വീണ്ടും ഉള്ളിലേക്ക് കയറ്റിയിട്ടു, പിന്നെ വീണ്ടും പുറത്തേക്ക് എടുത്തിട്ടു. അപ്പോൾ വീണ്ടും മഴക്കാറ് വെച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു മഴക്കാറായിട്ടായിരുന്നായിരുന്നു. എന്നാലും ഞാൻ തുണികളിട്ടു, മഴ പെയ്യുമ്പോൾ എടുത്തിടാമെന്ന് വെച്ചിട്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴക്കാറ് പോയിട്ട് വെയിലായിട്ടാണ്. അപ്പോൾ കുറേ ഡ്രസ്സുകൾ, അത് കുട്ടികളുടെ ഡ്രസ്സുകൾ കുറേ ഉണ്ടായിരുന്നു. കാരണം 2-3 ദിവസത്തെ ഉണങ്ങാതെ മഴയായിട്ട് ഉണങ്ങാതെ ഡ്രസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ വിരിച്ചിട്ടു. അപ്പോൾ അത്രയുള്ള അന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകിട്ട് ഇതൊക്കെ എടുത്തിടണം, വീണ്ടും ഇതുപോലെ മിറ്റടിക്കണം, അങ്ങനത്തെ ജോലികളുള്ള. ബാക്കി എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുളിക്കണം. അപ്പോൾ രുദ്ര എണീക്കുമ്പോഴത്തേനും പോയി കുളിക്കണം. രുദ്രക്കുട്ടി ഇപ്പോഴും നല്ല ഉറക്കം തന്നെയാണ്, എണീറ്റിട്ടില്ല. അപ്പോൾ രുദ്രക്കുട്ടി എണീക്കുമ്പോഴത്തേക്കും വേഗം പോയി കുളിക്കണം. അതോടുകൂടി ഇന്നത്തെ ജോലികളൊക്കെ കഴിയും. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നത്, ലോങ് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.